ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തൻ്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു വരുവാൻ കർത്താവ് ഒരവസരം കൂടെ നമുക്ക് ഒരുക്കി തന്നല്ലോ. നമ്മൾ സാധാരണ നമ്മുടെ എല്ലാ ഞായറാഴ്ച നമ്മൾ ഒന്നിച്ചു വരുമ്പോൾ കുറച്ച് നേരം നമ്മൾ ആത്മാവിൽ ആരാധിക്കുന്നുണ്ട്. അന്നേരം ചിലപ്പോൾ നമ്മുടെ അകത്ത് ഒരു ചിന്ത കാണും, നമുക്ക് ആ സമയം കൂടെ ദൈവവചനം കേൾക്കാമല്ലോ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഞങ്ങൾ ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഹിന്ദി ആരാധനയാണെങ്കിലും ആദ്യത്തെ കുറച്ച് സമയം ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കുക. അത് ഓൺലൈൻ തന്നെ. കാരണം ഞങ്ങളിൽ ഒത്തിരി പേരുണ്ട്, അവർ വീടുകളിൽ തന്നെയാണ്. അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ അവർക്ക് കൂട്ടായ്മ കൊടുക്കുവാൻ ആരുമില്ല. ചിലർ ഒത്തിരി പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ അവരും നമ്മുടെ കൂടെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ ആത്മാവിൽ ആരാധിക്കുമ്പോൾ അവർക്കും ഒരു പ്രോത്സാഹനം, അവരും തന്നെ ഇരുന്ന് ആരാധിക്കാൻ തുടങ്ങും. കാരണം നമ്മൾ എത്ര വചനം പഠിച്ചാലും, എത്ര വചനം എനിക്കറിയാമെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ബലപ്പെടുത്തിയില്ലെങ്കിൽ, നമ്മളെ ശക്തിപ്പെടുത്തിയില്ലെങ്കിൽ നമുക്ക് നടക്കുവാൻ കഴിയത്തില്ല. ഈ കേൾക്കുന്ന വചനം നമുക്ക് ന്യായവിധി മാത്രമേ ആയിത്തീരത്തുള്ളൂ. സോ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ വചനം മാത്രമല്ല, ആത്മാവിലും നമ്മൾ ആരാധിക്കണം. നമ്മളിൽ ആർക്കെങ്കിലും ആത്മാവിലുള്ള ആരാധനയുടെ അനുഭവം ഇതുവരെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ അതിന് തടസ്സം എന്താ? ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവാസത്തോടെ ഇരിക്കുക. കർത്താവേ, നിൻ്റെ ആത്മാവ് എൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം എടുക്കണമേ. നമ്മുടെ ലക്ഷ്യം അന്യഭാഷയല്ല. നമ്മുടെ ലക്ഷ്യം ക്രിസ്തു നടന്നുപോൽ നമുക്ക് നടക്കണം. നമുക്ക് സ്വയമേ എത്ര തീരുമാനിച്ചാലും നടക്കാൻ കഴിയത്തില്ല. ദൈവാത്മാവാ നമ്മുടെ നിയന്ത്രണം മുഴുവനും എടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നടക്കുവാൻ കഴിയത്തുള്ളൂ. എന്നാൽ മാത്രമേ ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി തീരുവാൻ കഴിയത്തുള്ളൂ. നമുക്ക് ഇന്ന് പ്രാർത്ഥനയോട് ദൈവസന്നിധിയിൽ ദൈവവചനം ധ്യാനിക്കാം. യെശയ്യാ പ്രവചനം അതിൻ്റെ 54 അധ്യായം 11 വാക്യം തൊട്ട് നമുക്ക് വായിക്കാം. ഐസയ ചാപ്റ്റർ 54 വേഴ്സസ് 11 ഓൺവേർഡ്സ്. ക്രമേണ നമുക്ക് ഓരോ വാക്യങ്ങൾ വായിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് എന്തുവാ സംസാരിക്കുന്നത്, ആശയം എന്താ, അത് പ്രാർത്ഥനയോട് നമുക്ക് ദൈവശബ്ദത്തിനായി കാത്തിരിക്കാം. 11 വാക്യം. അരിഷ്ടയും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട് ആശ്വാസമറ്റവളുമായുള്ളോവേ, ഞാൻ നിന്റെ കല്ല് അഞ്ജനത്തിൽ പതിക്കുകയും നീലക്കല്ലുകൊണ്ട് നിന്റെ അടിസ്ഥാനം ഇടുകയും ചെയ്യും. ഞാൻ നിന്റെ താഴികക്കുടങ്ങളെ പത്മരാഗം കൊണ്ടും നിന്റെ ഗോപുരങ്ങളെ പുഷ്പരാഗം കൊണ്ടും നിന്റെ അറ്റങ്ങളെയൊക്കെയും മനോഹരമായ കല്ലുകൊണ്ടും ഉണ്ടാക്കും. അത്രയും മതി. 1 വാക്യം നമ്മളവിടെ വായിച്ചപ്പം മച്ചിയെ ഉല്ലസിക്കുവാനാ പറഞ്ഞത്. ഇനി 11 വാക്യം വന്നപ്പം ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ജനം യാക്കോബിൻ്റെ ഗ്രഹത്തോട് സംസാരിക്കുന്ന രീതി ഒന്ന് നോക്കിക്കേ. ആ വാക്കുകൾ നമ്മൾ മുമ്പേ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. യാക്കോബിൻ്റെ ഗ്രഹം അടിമത്വത്തിലാ, നിരാശരാ. പക്ഷെ കർത്താവ് അവരെ ബലപ്പെടുത്തുന്നത്, അവർക്ക് പ്രോത്സാഹനം നൽകുന്നത്, ആ ഒരു രീതി ഒന്ന് നോക്കിയേ. ഇന്ന് നമ്മൾ വിശ്വാസികൾ, ഞാൻ ജനറലായിട്ടാണ് സംസാരിക്കുന്നത്, നമുക്കൊരു പിതാവുണ്ടല്ലോ, പിന്നെ നമ്മൾ എന്തിനാ ഇത്രയും ഭാരപ്പെടുന്നത്, വ്യാകുലപ്പെടുന്നത്? നമ്മുടെ കർത്താവിൻ്റെ വചനങ്ങൾ കർത്താവ് എഴുതി തന്നിട്ടുണ്ടല്ലോ. യാക്കോബ് ഗ്രഹത്തോട് മാത്രമല്ലല്ലോ, അത് എന്നോട് സംസാരിക്കില്ലയോ? വായിച്ച ഒന്നുകൂടെ ഇംഗ്ലീഷിലാണെങ്കിൽ, ഓ ദൗ അഫ്ലിക്റ്റഡ്, ടോസ്ഡ് വിത്ത് ടെംപെസ്റ്റ് ആൻഡ് നോട്ട് കംഫോർട്ടഡ്. മലയാളത്തിൽ അരിഷ്ടയും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട്. അരിഷ്ടയിൻ്റെ അർത്ഥം എന്താ? മച്ചിയുടെ അർത്ഥം നമുക്ക് ഞാൻ വിശ്വസിക്കുന്ന ദൈവാത്മാവ് മനസ്സിലാക്കുവാൻ സഹായിച്ചു. അരിഷ്ടയും പറയുമ്പോൾ ഓ ദൗ അഫ്ലിക്റ്റഡ്, ദൈവം എന്നോട് സംസാരിക്കുവാന്നോ? എൻ്റെ സാഹചര്യങ്ങൾ, ഞാൻ ആയിരിക്കുന്ന
ആ സാഹചര്യം എൻ്റെ ദൈവം നല്ലോണം അറിയുന്നുണ്ടല്ലോ. യാക്കോബിൻ്റെ ഗ്രഹം അടിമത്വത്തിൽ കടക്കുമ്പോൾ ദൈവം തന്നെ ഇല്ലയോ ആ സാഹചര്യം ഒരുക്കി അവരെ അതിൻ്റെ മധ്യത്തിലാക്കിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും എൻ്റെ ദൈവം സകലത്തിൻ്റെ മീതെ വാഴുന്നവനാണല്ലോ, പരമാധികാരിയല്ലയോ. ദൈവത്തിൻ്റെ ഹിതത്തിന്ന്, ദൈവത്തിൻ്റെ പദ്ധതിന്ന് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ കഴിയത്തില്ലല്ലോ. വിശ്വാസി ആയിക്കോട്ടെ അവിശ്വാസി ആയിക്കോട്ടെ. പരമാധികാരി പറഞ്ഞാൽ സകലത്തിൻ്റെ മീതെ അധികാരമുള്ളവൻ, സകലത്തെ നിയന്ത്രിക്കുന്നവൻ ഇല്ലയോ. ഇവിടെ ദൈവം ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം, എൻ്റെ ജീവിതത്തിൽ കഷ്ടതയും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. അടുത്ത വാക്ക് എന്തുവാ? അരിഷ്ടയും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട് കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ ടോസ്ഡ് വിത്ത് ടെമ്പസ്റ്റ്. അടിക്കപ്പെട്ടവരല്ല, കടലിൽ ഒരു ചെറിയ ചെറിയ കപ്പൽ, ചെറിയ തോണി, കപ്പൽ വേണ്ട, ചെറിയ തോണി. നമ്മുടെ ജീവിതം ഈ തോണിയില്ലയോ? ഈ വലിയ കടലിൽ ഈ തിരമാലകൾ, ദ വേവ്സ്, തിരമാലകൾ, ഇത് കൊടുങ്കാറ്റ് വരുമ്പോൾ ഇതിൻ്റെ രീതി മാറും. ശാന്തമായിട്ടല്ല. നമ്മൾ മിക്കവാറും എല്ലാവരും കടൽ കണ്ടിട്ടുള്ളവരാണല്ലോ. കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ ഈ കടലിൽ ഈ തോണിയുടെ സ്ഥിതി എന്തുവാ? രക്ഷപ്പെടാൻ വല്ല മാർഗമുണ്ടോ? ഈ തിരുമാലകളുടെ മുമ്പേ ഈ തോണിക്ക് രക്ഷപ്പെടാൻ വല്ല മാർഗമുണ്ടോ? നമ്മുടെ ജീവിതം അതുപോലെ തന്നെ ഇല്ലയോ? തിരിഞ്ഞു നോക്കിയാൽ ലോകം ഈ വലിയ കടല്, അതിൻ്റെ മധ്യത്തിൽ കൊടുങ്കാറ്റൂടെ ഉണ്ട്. എത്ര അവസരങ്ങളിൽ നമ്മൾ ചിന്തിച്ചു പോയി, എത്ര അവസരങ്ങളിൽ നമ്മൾ ചിന്തിച്ചു പോയി, കഴിഞ്ഞു, നമ്മൾ തളർന്നു. എത്ര കൊടുങ്കാറ്റുകളാ! ഒന്ന് കഴിഞ്ഞപ്പോഴില്ലയോ അടുത്തത് വന്നേ. സത്യമാണോ? ദൈവം എൻ്റെ കൂടെ വസിക്കുന്നവൻ നമ്മൾ കടന്നു വന്ന എല്ലാ സാഹചര്യങ്ങൾ നല്ലപോലെ അറിയുന്നവനാണോ? നമ്മുടെ കർത്താവിന് നമ്മുടെ സാക്ഷ്യം വല്ലതും കേൾക്കണോ? ഇന്ന് വരെ നമ്മളെ മുങ്ങാതെ ഇന്നും നിലനിർത്തിയിരിക്കുന്നത് കർത്താവിൻ്റെ കൃപ മാത്രമാണോ? ഒന്ന് തിരിഞ്ഞു നോക്കിക്കാട്ട്. എത്ര കൊടുങ്കാറ്റുകൾ, അതും കടലിൽ മുങ്ങിപ്പോകാൻ എത്ര സാധ്യതകൾ ഉണ്ടായിരുന്നു. നമ്മളെക്കാറ്റും നല്ല ഭക്തന്മാർ എത്ര പേരുടെ തോണി മുങ്ങിപ്പോയിന്നേ. എത്ര പേർക്ക് അവരുടെ വിശ്വാസത്തെ ഒരു സമയം നല്ല തീഷ്ണതയോട് അവരുടെ വിശ്വാസത്തെ കാത്തവർ, അവരുടെ വിശ്വാസത്തിൻ്റെ തോണി മുങ്ങിപ്പോയിന്നേ. അങ്ങനെ നമ്മൾ എത്ര പേരെ കാണുന്നുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെ മധ്യത്തിൽ നമ്മുടെ കഴിവല്ല, സർവശക്തൻ്റെ കൃപയാ ഇന്ന് വരെ മുങ്ങാതെ. ഒത്തിരി നഷ്ടങ്ങളുണ്ടായി, ഒത്തിരി നാശം സംഭവിച്ചു, പക്ഷെ മുങ്ങാതെ നമ്മളെ ഈ നിമിഷം വരെ അവൻ നമ്മളെ കാത്തു. അടുത്തത് കൊടുങ്കാറ്റ് മാത്രമല്ല, അടുത്തത് ആശ്വാസമറ്റവളുമായുള്ളവർ, ആശ്വാസം അറ്റവളും, നോട്ട് കംഫോർട്ടഡ്. അരിഷ്ടയും കൊടുങ്കാറ്റ് അടിക്കപ്പെട്ടവളും ആശ്വാസം അറ്റവളും. ഈ മൂന്ന് വാക്ക്, ക്ഷമിക്കണേ, എനിക്ക് മലയാളത്തിൽ ആ വാക്കുകൾ സ്പഷ്ടമായി പറയാൻ അറിയത്തില്ല. ശ്രമിക്കുക, നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. ആശ്വാസം അറ്റവൾ പറഞ്ഞ നോട്ട് കംഫോർട്ടഡ്. നമ്മുടെ ജീവിതത്തിൽ എത്ര അവസരങ്ങളുണ്ട്, നമ്മൾ തകർന്നു പോയിട്ടുണ്ട്.
ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുവാൻ കൂടെ ആരുമില്ല. നമ്മൾ ആശ്രയിച്ചവർ തന്നെ തക്ക സമയത്ത് അവർ കാൽ മാറി. ആശ്വാസം കിട്ടിയിട്ടില്ല. ഞാൻ അറിയുന്നില്ല ആരോടൊക്കെ ദൈവം ഇന്ന് സംസാരിക്കുക. ആശ്വാസം അറ്റവൾ. തൻ്റെ സ്വന്തം ജനത്തോട് ദൈവം സംസാരിക്കുമ്പോൾ ഈ വാക്കുകൾ കേട്ടാൽ, എൻ്റെ കൂടെ വസിക്കുന്നവൻ എന്നെ നല്ലപോലെ അറിയുന്നുണ്ടല്ലോ. സർവശക്തനായ ദൈവം മനുഷ്യൻ്റെ വേഷം ധരിച്ച് ഈ ഭൂമിയിൽ 33.5 വർഷം നടന്നു. 53-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ധ്യാനിച്ചല്ലോ. എൻ്റെ കൂടെ ഒരുവനുണ്ട്. ഇങ്ങനത്തെ അനുഭവങ്ങളിൽ നിന്ന് കടന്നു പോയ തൻ്റെ ജനത്തോട്, ഓരോ വ്യക്തി ജീവിതങ്ങളോട് ദൈവം പറയുന്നത് എന്താ? വായിച്ചേ, അതിൻ്റെ അടുത്തത് എന്തുവാ പറയുന്നത് ആ വാക്യത്തിൽ തന്നെ? ഞാൻ നിന്റെ കല്ല് ഞാൻ നിന്റെ കല്ല് അഞ്ജനത്തിൽ പതിക്കുകയും നീലക്കല്ലുകൊണ്ട് നിന്റെ അടിസ്ഥാനം ഇടുകയും ചെയ്യും. ഞാൻ, അതിന്റെ താഴെ അതിന്റെ 12 വായിച്ചേ. ഞാൻ നിന്റെ താഴികക്കുടങ്ങളെ പത്മരാഗം കൊണ്ടും നിന്റെ ഗോപുരങ്ങളെ പുഷ്പരാഗം കൊണ്ടും നിന്റെ അറ്റങ്ങളെയൊക്കെയും മനോഹരമായ കല്ലുകൊണ്ടും ഉണ്ടാക്കും. ഇവിടെ കർത്താവ് പറയുന്നത് ഈ കല്ലുകളെ കുറിച്ച് നമ്മൾ വെളിപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായം ധ്യാനിച്ചപ്പോൾ നമ്മൾ പഠിച്ച വിഷയങ്ങളാണ്. ഞാൻ അതിൻ്റെ വിവരങ്ങളിൽ പോകുന്നില്ല. കർത്താവ് പറയുന്നത്, ഞാൻ നിന്റെ ജീവിതത്തിൽ ഇതായിരിക്കും ചെയ്യുന്നത്. നിന്റെ അടിസ്ഥാനം ഈ മനോഹരമായ കല്ലുകൾ. ഇംഗ്ലീഷിലാണെങ്കിൽ ഐ വിൽ മേക്ക് ദൈ വിൻഡോസ് ഓഫ് അവർ ഗേറ്റ്സ് ആൻഡ് ദൈ ഗേറ്റ്സ് ഓഫ് കാർബുങ്കിൾസ് ആൻഡ് ഓൾ ദൈ ബോർഡേഴ്സ് ഓഫ് പ്ലസന്റ് സ്റ്റോൺസ്. അതിൻ്റെ അർത്ഥം, ഇതെല്ലാം എൻ്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാനില്ലയോ ദൈവം ചെയ്യുന്നത്? ഇന്ന് ബാഹ്യമായ ശരീരത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ എത്ര മെനക്കെടുന്നുണ്ട് ജനം. ആഭരണത്തിൻ്റെ വിഷയം നമുക്കറിയാമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ആഭരണം ഇടുന്നില്ലെങ്കിലും നമ്മുടെ ഒന്ന് വില കൂട്ടാൻ വേണ്ടി നമ്മൾ വാങ്ങിച്ചിടുന്ന വസ്ത്രം, ഓരോ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ ബാഹ്യ ശരീരത്തിന് വേണ്ടി ഇല്ലയോ നമ്മൾ ചെയ്യുന്നത്? ഞാൻ ആ വിഷയങ്ങളിൽ കടന്നു പോകുന്നില്ല, നമ്മുടെ ശ്രദ്ധ മാറാതിരിക്കുവാൻ വേണ്ടി. ദൈവം നമ്മുടെ സൗന്ദര്യം നോക്കുമ്പോൾ ഏത് സൗന്ദര്യമാ? ബാഹ്യമായ ശരീരമല്ല, നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ സൗന്ദര്യം. ഒരു സമയം പാപം നമ്മുടെ ജീവിതത്തിൽ വാണുകൊണ്ടിരുന്നതാ. നമ്മളെ എത്ര തകർത്തു അത്. നമ്മുടെ ഇച്ഛാശക്തി ആയിക്കോട്ടെ, നമ്മുടെ മനസ്സാക്ഷി ആയിക്കോട്ടെ, നമ്മുടെ ബുദ്ധി ആയിക്കോട്ടെ, നമ്മുടെ ആഗ്രഹങ്ങളായിക്കോട്ടെ, പാപം അകത്ത് ചെയ്ത നാശം. ദൈവസന്നിധിയിൽ നമ്മൾ വന്നു. കൃപയാൽ നമ്മുടെ പകരമായി നമ്മുടെ കർത്താവ് ആ ശിക്ഷ സഹിച്ചു. ഇനി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അകത്ത് വസിച്ചുകൊണ്ട് സാഹചര്യങ്ങളുടെ അകത്തു നിന്ന് നമ്മളെ കടത്തിവിടുന്നത് നമ്മളെ തകർക്കാനല്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, വിവിധമായ സാഹചര്യങ്ങൾ. ഇത് തകർക്കാനല്ല, എൻ്റെ സ്വഭാവത്തെ ഒന്ന് വ്യത്യാസപ്പെടുത്താനില്ലയോ? കാരണം നിത്യതയിൽ ഞാൻ ദൈവത്തിൻ്റെ കൂടെ വസിക്കേണ്ടതാ. ഈ കുറച്ച് ദിവസത്തെ ഈ ഭൂമിയിലുള്ള ജീവിതം താൽക്കാലികമാ. ഇത് പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നേ. നിത്യതയ്ക്ക് വേണ്ടി നമ്മുടെ സ്വഭാവത്തെ ദൈവം രൂപം കൊടുക്കുന്ന ഈ സാഹചര്യങ്ങളുടെ ഇടയ്ക്കുന്ന് കടത്തി വിട്ടോണ്ടില്ലയോ? ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുമോ? പക്ഷെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഭാരപ്പെടുന്നത്, ഇത് നമ്മുടെ കുടുംബം കാണുന്നില്ലയോ? നമ്മുടെ മക്കൾ കാണുന്നില്ലയോ? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, ദൈവത്തെ വിളിക്കുന്നുണ്ട്, അതേ സമയത്ത് ഭാരപ്പെടുന്നതും അവർ കാണുന്നുണ്ട്. എത്ര മക്കളാ അവർ പറയുന്നത്,
എൻ്റെ അമ്മ എൻ്റെ അപ്പൻ ദൈവത്തെ വിളിച്ചു, ഞങ്ങൾക്ക് ഈ വിശ്വാസം വേണ്ട. അവർക്ക് നല്ല ജോലി, നല്ല കാര്യങ്ങളുണ്ട്, പക്ഷെ ദൈവമായിട്ടുള്ള ബന്ധമോ? അവർ നല്ല സ്ഥാനങ്ങളിലെത്തി, പക്ഷെ ദൈവമായിട്ടുള്ള ആ വിശ്വാസം, എൻ്റെ അടുത്ത തലമുറയ്ക്ക് ആ വിശ്വാസം കൈമാറുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അനുഭവിക്കുന്ന ദുഃഖം. ഇവിടെ എൻ്റെ കർത്താവ് പറയുന്നു, അതിൻ്റെ 12 ദൈ വിൻഡോസ് ആൻഡ് ദൈ ഗേറ്റ്സ്. മലയാളത്തിൽ, ഞാൻ നിന്റെ താഴികക്കുടങ്ങളെ പത്മരാഗം കൊണ്ടും നിന്റെ ഗോപുരങ്ങൾ, ഇത് രണ്ടും അതിന്റെ അർത്ഥം എന്താ? താഴികക്കുടങ്ങൾ പറഞ്ഞാൽ ഇംഗ്ലീഷിലാണെങ്കിൽ വിൻഡോസ്. നിന്റെ നോട്ടത്തിന് ഒരു വ്യത്യാസം വരണം. ഞാൻ ഏത് രീതിയിലാ ഞാൻ കാണുന്നത്? എന്താ എൻ്റെ ദൃഷ്ടിയിൽ ഞാൻ കാണുന്നത്? എന്താ അതെന്റെ നടപ്പിലും ബാധിക്കുന്നുണ്ടോ? ഒന്ന് ധ്യാനിച്ചാൽ മതി. എൻ്റെ ദൃഷ്ടി. ദൈവം എൻ്റെ ജീവിതത്തിൽ കഷ്ടതയും പ്രയാസങ്ങളും ഇതെല്ലാം അനുവദിച്ച് നമുക്ക് ആശ്വാസം അട്ടവൽ പറഞ്ഞാൽ നമുക്ക് ആശ്വാസം കിട്ടിയിട്ടില്ല. എന്താ? എൻ്റെ പാപം ക്ഷമിക്കാത്തോണ്ടല്ല, ദൈവം പകരം വീട്ടുകയല്ല, അതെൻ്റെ പിതാവാ എനിക്ക് ആ പക്വത കൊണ്ടുവരാൻ. എൻ്റെ ദൃഷ്ടിക്കൊരു വ്യത്യാസം, എൻ്റെ നടപ്പിനൊരു വ്യത്യാസം വരണം. അതിനാ ദൈവം ഇതെല്ലാം അനുവദിച്ചത്. അതിൻ്റെ 13 വാക്യം വായിച്ചാട്ടെ. നിന്റെ മക്കൾ എല്ലാവരും. ആദ്യമേ പറഞ്ഞ മച്ചിയേ, ഇനി കർത്താവ് പറയുന്നേ നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. നമ്മുടെ മക്കളുടെ കുറിച്ചാ, നമ്മുടെ തലമുറയെ കുറിച്ചാ. നമ്മൾ കഷ്ടതയുടെ മധ്യത്തുനിന്ന് കടന്നു പോയത് വെറുതെ അല്ല, വൃഥാവായി തീരത്തില്ലെന്നേ. ഈ കഷ്ടതയുടെ മധ്യ കൂടെ നമ്മൾ പോകുമ്പോൾ ഓരോ ദിവസം ആ സൗന്ദര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുമല്ലയോ, വില കൂടിക്കൊണ്ടിരിക്കുമല്ലയോ. നമ്മുടെ മക്കൾ അവിടെ എന്തോ എഴുതിയേക്കുന്നേ? ഷാൽ ബി ടോട്ട് ഓഫ് ദ ലോർഡ്. യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവർ. അതിൻ്റെ അർത്ഥം കർത്താവ് നമ്മുടെ തലമുറയെ കാണുന്നുണ്ടോ? അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ദൈവം അനുവദിക്കുന്നത് അവരെ തകർക്കാനല്ല. നമ്മുടെ തലമുറയ്ക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഭാരപ്പെടാറുണ്ട്, കരയാറുണ്ട്. നമുക്ക് പ്രശ്നം വന്നാൽ അതൊരു വലിയ വിഷയമല്ല. പക്ഷെ നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ കഷ്ടതയിലാകുമ്പോൾ വേദനയാ, സത്യമാ. പക്ഷെ യഹോവ അവരെ പഠിപ്പിക്കുകയില്ലയോ? അവരുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുകയില്ലയോ? നമുക്കവർക്ക് വേണ്ടി കരയാം. നമ്മൾ അവരുടെ മുമ്പേ നടക്കുമ്പോൾ നമുക്കവർക്ക് ആശ്വാസമില്ലയോ കൊടുക്കേണ്ടത്? മോനെ, മോളെ, ഭാരപ്പെടണ്ട. നമ്മളില്ലയോ അവരെ ബലപ്പെടുത്തേണ്ടത്? യഹോവയാൽ അവർ ഉപദേശിക്കപ്പെട്ടു. നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. നിന്റെ മക്കളുടെ സമാധാനം വലിയതായിരിക്കും. അടുത്തത് 14 വാക്യം. നീതിയാൽ നീ സ്ഥിരമായി നിൽക്കും. അടുത്തത്, നീ പീഡനത്തോട് അകന്നിരിക്കും. നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ. ഭീഷണിയോട് നീ അകന്നിരിക്കും. ഇനിയും ശ്രദ്ധയോടെ നമുക്ക് ആ വാക്കുകൾ പിന്നെ ധ്യാനിക്കാം. നീതിയോടെ നീ സ്ഥിരമായി നിൽക്കും. ഇംഗ്ലീഷിലാണെങ്കിൽ റൈച്ചസ്നസ് ഷാൽ ദൗ ബി എസ്റ്റാബ്ലിഷ്ഡ്. നീതിയാൽ നീ സ്ഥിരമായി നിൽക്കും. അതിന്റെ അർത്ഥം, എൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടതയും പ്രയാസവും ഈ ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ നീതിയാണോ?
കാരണം ഇന്ന് മിക്കവാറും സാധാരണ വിശ്വാസികൾ ചിന്തിച്ചേക്കുന്ന ഈ ദൈവം എന്നോട് കടുങ്കൈ ചെയ്യുക. ചിലരുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ പേടി വരുമെന്നേ. എത്ര അധികാരത്തോടെ ആ ദൈവത്തോട് സംസാരിക്കുന്നത് അവര്. ദൈവത്തെ അവർ കമാൻഡ് ചെയ്യുക. ഭക്തി കൂടി കൂടി ദൈവത്തെ വെല്ലുവിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചിലർ. ദൈവമേ എന്ന് പറഞ്ഞ് അലറുക. സ്വയനീതി നിറഞ്ഞു കിടക്കുക. ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ഒരു മിന്നൽ അടിച്ചാൽ മതി, വിവരമറിയും. നമ്മളിന്നായിരിക്കുന്നത്, നമ്മളിന്ന് ദൈവത്തിൻ്റെ നന്മകൾ അനുഭവിക്കുന്നത് ഒരുവൻ നമ്മുടെ പകരമായി ദൈവത്തിൻ്റെ ഉഗ്രം കോപം, പാപം അറിയാത്തവൻ നമ്മുടെ പകരമായി ആ ഉഗ്ര കോപത്തെ വഹിച്ചു. അവൻ്റെ നീതിയിലെയോ നമുക്ക് കൈമാറിയത്. അല്ലെങ്കിൽ നമ്മുടെ നീതിയാണോ? നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ എത്ര ആദരത്തോടെ, എത്ര ഭയത്തോടെയാ വന്ന് ദൈവത്തെ ആരാധിക്കേണ്ടത്. ഇന്ന് ഒത്തിരിയിടത്ത് ആരാധനകൾ നടക്കുന്നുണ്ട്. പക്ഷെ ദൈവഭയമോ, ദൈവത്തിന് കൊടുക്കേണ്ട ആദരം കൊടുക്കുന്നുണ്ടോ? ഈ നീതിയാൽ നീ, മലയാളത്തിലെ വാക്ക് എസ്റ്റാബ്ലിഷ്, നീതിയാൽ നീ സ്ഥിരമായി നിൽക്കും. നീ സ്ഥിരമായി നിൽക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവമില്ലയോ നമ്മളെ നീതീകരിച്ചത്. ദൈവത്തിന് നീതീകരണം പറഞ്ഞാൽ മോഹപക്ഷമില്ല. ദൈവം അനീതി ചെയ്യത്തില്ല. സോ ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഈ കഷ്ടതയും പ്രയാസം അനുവദിക്കുമ്പോൾ അനീതിയല്ല. ദൈവത്തിൻ്റെ നീതിയിൽ എന്നെ നീതീകരിച്ചത്, ന്യായീകരിച്ചത് മാത്രമല്ല, ക്രിസ്തു മുഖാന്തരം എന്നെ ന്യായീകരിച്ചല്ലോ. അത് പോരാ. എൻ്റെ സ്വഭാവത്തിനും എൻ്റെ ചിന്തയ്ക്കും ആ വ്യത്യാസം വരണം. ക്രിസ്തുവിൻ്റെ ആ മനസ്സ്, ക്രിസ്തു എങ്ങനെ നടന്നു അതുപോലെ ഞാൻ നടക്കേണ്ടത്. അടുത്തത് അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് എന്താ? 14-ാമത്തെ വാക്യം, നീ പീഡനത്തോട് അകന്നിരിക്കും. നീ പീഡനത്തോട് അകന്നിരിക്കും. ഇംഗ്ലീഷിലാണെങ്കിൽ thou shall be far from oppression. പീഡനത്തോട് നീ അകന്നിരിക്കും. അകന്നിരിക്കും. അതിന്റെ അർത്ഥം നിന്റെ ജീവിതത്തിൽ ക്രിസ്തു സഹിച്ച പോലെ ഞാൻ അനുവദിക്കത്തില്ല. ക്രിസ്തു കടന്നുപോയ പീഡനങ്ങൾ നമുക്ക് വല്ലതും സഹിക്കേണ്ടി വരുമോ? ഭാരപ്പെടേണ്ട, അനുവദിക്കത്തില്ല. നമ്മുടെ പകരമായി ഒരുവൻ ആ പാതയിൽ നിന്ന് കടന്നുപോയതാ. നമ്മൾ അനുഭവിക്കേണ്ടിയവരാ. അത് നമ്മുടെ അവകാശമാ പീഡനങ്ങൾ. കാരണം നമ്മൾ നടന്ന വഴി, നമ്മൾ ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്നു. സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിച്ചവരാ. ഇനി ആ പീഡനങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരത്തില്ല. അടുത്തത്, നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ. നിനക്ക് ഭയപ്പെടുവാൻ ഇല്ലല്ലോ. ദൈവത്തിൻ്റെ വാക്കാണോ ഇത്? എൻ്റെ പിതാവാണോ സംസാരിക്കുന്നത്? ഞാൻ ഭയത്തിലല്ലേ ഇന്ന് വരെ ജീവിച്ചത്? എഴുതി തന്നിട്ടും വിശ്വസിക്കാൻ കഴിയത്തില്ലെങ്കിൽ പിന്നെ ഭയത്തിൽ തന്നെ ജീവിക്കേണ്ടി വരുമല്ലോ. ദൈവ പൈതലിന് ഭയമില്ലല്ലോ, മരണഭയവുമില്ലല്ലോ. പിന്നെ ഞാൻ ഭയപ്പെടുന്നത് എന്തിന്? അതിന് കാരണം എന്താ? നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചാൽ മതി. ദൈവം പറയുന്നേ thou shall not fear, നീ ഭയപ്പെടുകയില്ല. പക്ഷെ ഞാൻ ഭയപ്പെട്ടുകൊണ്ടില്ലേ ഓരോ പാട്ടുകളും പാടുന്നത്? അകത്തെത്ര ഭയമാ വാഴുന്നത്. അടുത്തത്,
ഭീഷണിയോട് നീ അകന്നിരിക്കും. നീ ഭീഷണിയോട് നീ അകന്നിരിക്കും. ആൻഡ് ഫ്രം ടെറർ ഫോർ ഇറ്റ് ഷാൽ നോട്ട് കം നിയർ thee. ഭീഷണിയോട് നീ അകന്നിരിക്കും. ഭയം, ഭീഷണി ദൈവപൈതലിനെ ബാധിക്കത്തില്ലെന്ന്. ബാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവവചനത്തിൽ വിശ്വാസം ഇല്ലാത്തോണ്ടാ. അടുത്തത് നമുക്ക് 14 അവസാനം. അത് നിന്നോട് അടുത്തു വരികയില്ല. നിന്റെ അടുത്ത് വരികയില്ല. അടുത്തത് 15. ആഹാ, ഒരുത്തൻ നിന്നോട് കലശൽ കൂടുന്നുവെങ്കിൽ ആഹാ. അത് എന്റെ ഹിതപ്രകാരമല്ല. എന്റെ ഹിതപ്രകാരമല്ല. ആരെങ്കിലും നിന്നോട് കലശൽ കൂടിയാൽ ആഹാ, അവൻ നിന്റെ നിമിത്തം വീഴും. ആഹാ. ഒന്നുകൂടെ വായിച്ചേ ആ വാക്ക്. ഒരുത്തൻ നിന്നോട് കലശൽ കൂടുന്നുവെങ്കിൽ കലശൽ കൂടുന്നുവെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ ബിഹോൾഡ് ദേ ഷാൽ ഷ്യൂർലി ഗ്യാദർ ടുഗെദർ ബട്ട് നോട്ട് ബൈ മീ. നമ്മുടെ വിരോധമായി ഒത്തിരി പേർ വരുന്നേ. ഒത്തിരി പേര് നമ്മൾ അറിയുന്നത് പോലും ഇല്ല. അവർ നമ്മളെ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് ഉള്ള സമാധാനവും നഷ്ടപ്പെടുക. അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവരുടെ നോട്ടത്തിൽ നിന്ന് പിടികിട്ടുമല്ലോ, അവരുടെ സംസാരത്തിൽ നിന്ന് പിടികിട്ടുമല്ലോ. നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ടെങ്കിലും അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ദൈവം പറഞ്ഞേ, അത് ഞാൻ മുഖാന്തരമല്ല. മലയാളത്തിൽ എങ്ങനെ? കൂടുന്നുവെങ്കിൽ അത് എന്റെ ഹിതപ്രകാരമല്ല. എന്റെ ഹിതപ്രകാരമല്ലെന്നേ. അത് അവർക്ക് വാശിയും കുശുമ്പും വൈരാഗ്യവും എല്ലാം ഉണ്ട്. അടുത്തത്, ആരെങ്കിലും നിന്നോട് കലശൽ കൂടിയാൽ നിന്നോട് കലശൽ കൂടിയാൽ അവൻ നിന്റെ നിമിത്തം വീഴും. അവൻ നിന്റെ നിമിത്തം വീഴുന്നേ. ഇന്ന് എത്ര കാര്യങ്ങൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാന്നേ. നമ്മൾ നമ്മുടെ കാര്യം നോക്കി ദൈവത്തെ വിളിച്ച് സത്യത്തിൽ ദൈവത്തെ സ്നേഹിച്ച് ആരാധിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. നമുക്ക് ആരോടും ഒരു വിരോധവും വൈരാഗ്യവും ഒന്നുമില്ല. ദൈവത്തെ വിളിച്ച് സന്തോഷത്തോടെ ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോൾ ചിലർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. കാരണം നീ ഒരു വിളിക്കപ്പെട്ട ജനമാ. ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്ന മുമ്പേ ഞാൻ നിന്നെ കണ്ടതാ. നീ എൻ്റെ ആലയമാ, നീ എൻ്റെ അവകാശിയാ, നീ എൻ്റെ പുത്രനാ. നീ അവരുടെ ഇതൊക്കെ കേട്ട് നീ ഭയപ്പെടണ്ട, നീ ഭാരപ്പെടണ്ട. അവർ തന്നെ വീഴും, അവർ തന്നെ തകരത്തേ ഉള്ളൂ. കാരണം നീ ഒരു പ്രത്യേക വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലാ. അടുത്തത് നമുക്ക് അതിൻ്റെ വായിക്കാം. അതിൻ്റെ 16 വാക്യം. തീക്കനൽ ഊതി പണി ചെയ്ത് ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നശിപ്പിപ്പാൻ സംഹാരകനെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. ഒന്നുകൂടെ വായിച്ചേ. തീക്കനൽ ഊതി പണി ചെയ്ത് ഓരോ ആയുധം തീർക്കുന്ന ഓരോ ആയുധങ്ങൾ തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. ഈ കൊല്ലനെ ഒന്ന് ശ്രദ്ധിച്ചാൽ, തീക്കനൽ ഊതി ഒരു ആയുധത്തെ ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരു ഇരുമ്പിന്റെ കഷ്ണം തീക്കനലിനകത്തിടും, അതിനെ ഊതും. അത് ചുമക്കുമ്പോൾ അതിനെ വെളിയിലെടുക്കും, ചുറ്റിക വെച്ച് അതിനെ അടിക്കാൻ തുടങ്ങും. ഒരുത്തനെ വേറെ നിർത്തിയിട്ടുണ്ട് വലിയ ചുറ്റിക വെച്ച് അതിനെ അടിക്കാൻ. ആ കൊല്ലൻ ചിന്തിച്ചേക്കുന്ന ആ ആയുധത്തിന്റെ ആ രൂപം വരുന്ന വരെ തീക്കനലിന്റെ അകത്ത് പോവും, വെളി വരും, ചുറ്റിക വെച്ച് ഇടിയ. ഒടുവിൽ അതൊരു നല്ല ആയുധമായി മാറും. ഇവിടെ സർവശക്തൻ പറയുന്നത്, നശിപ്പിപ്പാൻ സംഹാരകൻ തന്നെ വെളിപ്പെട്ടില്ല. പക്ഷേ എന്തോ എഴുതിയേക്കുന്നേ, നശിപ്പിപ്പാൻ ഒരു സംഹാരകനെ ഞാൻ സൃഷ്ടിച്ചതാ. നമ്മൾ സാധാരണ വിശ്വാസ ലോകം പറയുന്നത്, ഒരു ദൂതൻ വീണു, നിഗളം വന്നു, അവൻ വീണു, അവൻ സാത്താനായി.
ഇനി ഈ സാത്താന നമ്മുടെ ശത്രു ഇത് പറഞ്ഞുകൊണ്ട് നടക്കുക. ജാതികളുടെ ഇടയ്ക്കുണ്ടല്ലോ വെളിച്ചവും ഇരുട്ട് തമ്മിലുള്ള ഈ യുദ്ധം. ആ സെയിം കോൺസെപ്റ്റ് നമ്മളും വാടകയ്ക്കെടുത്തു. ദൈവവും സാത്താൻ ഒരുപോലെ. ചിലപ്പം സാത്താൻ ജയിക്കും, ചിലപ്പം ദൈവം ജയിക്കും. അതുകൊണ്ടാണ് സാത്താനെ കണ്ട് ഇത്ര പേടി. അവനെ ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ ഒരു ആയുധമാക്കി ദൈവം ആ രൂപം കൊടുത്തത്. ദഹിക്കാൻ കഴിയുമോ? ഇത് സ്വീകരിക്കാൻ കഴിയുമോ? എന്റെ കർത്താവ് സൃഷ്ടിതാവ്. ഒരു ദൂതൻ സ്വന്തമേ നികളം വന്ന് വീണിട്ട് അവന് സാത്താനാകാമെങ്കിൽ പിന്നെ ദൈവത്തിന്റെ പരമാധികാരം എന്തിയേ? നമ്മൾ പറയുന്നത് വചനപ്രകാരമാണ്. ഒരു ദൂതൻ വീണു, അവൻ സാത്താനായി, അവനാ വാഴുന്നത്. ഈ സാത്താൻ പറഞ്ഞ ആര്? ദൂതൻ വീണത് സത്യം. അവന്റെ പേര് ലൂസിഫർ. അത് ഇംഗ്ലീഷിൽ കിങ് ജെയിംസ് വേർഷനിൽ കൊടുത്തിട്ടുള്ളൂ. ഈ സാത്താൻ പറഞ്ഞവനെ ദൈവം ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ ഒരു പദ്ധതി വെച്ച് സൃഷ്ടിച്ചതാ. ചിലർ പറയും ദുരുപദേശമാ. എന്റെ ദൈവം എന്നെ സൃഷ്ടിച്ചതാന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ വേറെ എത്ര വാക്യങ്ങളുണ്ട്, എത്ര ആശ്വാസമാ. ഒരു പദ്ധതിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. ഞാൻ എന്തിനാ അവനെ ഭാരപ്പെടുന്നത്? ഈ ബാബിലോണിൽ ഞാൻ കൊണ്ടുപോയത് എനിക്കൊരു പദ്ധതിയുണ്ട്. നെബൂഖദ്നേസർ ആയിക്കോട്ടെ, ബെൽസസർ ആയിക്കോട്ടെ, കോരേഷ് ആയിക്കോട്ടെ, ദാര്യാവ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, എൻ്റെ കയ്യില് ഒരു ടൂൾസ്, ഒരു ആയുധമാക്കിയാ ഞാൻ ഇവരെ വെച്ചേക്കുന്നേ. സാത്താനെ വെച്ചേക്കുന്നേ ഒരു ആയുധമായിട്ടാ. ഓരോ കാര്യത്തിനും ഓരോ ആയുധങ്ങളാ. ഒരായുധം വെച്ചുകൊണ്ട് എല്ലാ പണി ചെയ്യാൻ ഒക്കത്തില്ല. ഓരോ കാര്യങ്ങൾക്ക് അതിനനുസരിച്ച് ഒരു ആയുധം ഞാൻ ഉണ്ടാക്കിയതാ. നീ ഭാരപ്പെടണ്ട, നീ വ്യാകുലപ്പെടണ്ട, നീ ഭയപ്പെടണ്ട. അടുത്തത് അതിൻ്റെ 17-ാമത്തെ വാക്യം, ഒടുവിലത്തെ വാക്യം നമുക്ക് വായിക്കാം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന, നിന്റെ വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ലെന്നേ. നിന്റെ വിരോധം ഉണ്ടാക്കുന്ന ഏത് ആയുധമായിക്കോട്ടെ ഫലിക്കയില്ലെന്നേ. നമ്മളിവിടെ ഭാരപ്പെട്ട് വ്യാകുലപ്പെട്ട് സാത്താനെ ബന്ധിച്ച് എന്തൊക്കെയാ നമ്മൾ കാണിക്കുന്നത്? നമ്മുടെ പിള്ളേർ തന്നെ നമ്മളെ നോക്കി പറയുന്നത് ഇത് എന്താ, ഇത് എന്താ? ഇതാണോ ക്രിസ്തീയ ജീവിതം? പക്ഷെ നമ്മൾ ദൈവവചനത്തെ ഒന്ന് കേട്ട് അതിനെ ഒന്ന് സ്വീകരിച്ചാൽ എൻ്റെ വിരോധം ഉണ്ടാക്കിയ ഏത് ആയുധമായിക്കോട്ടെ, സർക്കാർ കൊണ്ടുവന്നോട്ടെ, സാത്താൻ കൊണ്ടുവന്നോട്ടെ, ആരെന്തോ കൊണ്ടുവന്നട്ടെ, എൻ്റെ പിതാവ് പറഞ്ഞതാ, ഒരായുധവും ഫലിക്കത്തില്ല. അടുത്തത്, ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും. ഇവിടെ and every tongue that shall rise against thee in judgment thou shall condemn. നിന്റെ വിരോധമായി എഴുന്നേൽക്കുന്ന ഓരോ കാര്യങ്ങളെ നീ കുറ്റം വിധിക്കുന്നേ. അടുത്തത്, യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെ ആകുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഒന്നുകൂടെ ആ ഭാഗം വായിച്ചേ. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും. യഹോവയുടെ ദാസന്മാരുടെ അവകാശം. ഞാൻ യഹോവയുടെ ദാസനാണോ? ദൈവ പൈതലാണോ? ഇതെന്റെ അവകാശമാണോ? യഹോവയുടെ അരുളപ്പാടാണ് എഴുതിയേക്കുന്നത്. സേത്ത് ദ ലോർഡ്. ഇത് നിന്റെ അവകാശമാ. അടുത്തത്, എന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും. എന്റെ
പക്കൽ നിന്നുള്ള അവരുടെ നീതി. ഈ ഓരോ വാക്ക് നമ്മളിരുന്ന് ധ്യാനിക്കാൻ തുടങ്ങിയ, ഞാൻ എത്ര പ്രസംഗിച്ചാലും എത്ര വിവരിക്കാൻ ശ്രമിച്ചാലും വാക്കുകളില്ല. എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതീകരണം ദൈവത്തിൻ്റെ ദാസൻ്റെ അവകാശവും. ദൈവശബ്ദം കേട്ട് നമുക്ക് വല്ലം ആശ്വാസം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഇത് ദൈവം എന്നോട് പറഞ്ഞതാന്ന് വിശ്വസിക്കാൻ കഴിയുമോ? എഴുതി തന്നിട്ടുണ്ടോ? ഇത് വായിച്ചിട്ടും ഭാരപ്പെടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തെ വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? സർവശക്തൻ എന്നോട് സംസാരിക്കുമ്പോൾ, കർത്താവേ, നിന്റെ വചനങ്ങളെ ഞാൻ അങ്ങനെ തന്നെ സ്വീകരിക്കുന്നു. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമുക്കൊന്ന് തിരിഞ്ഞു നോക്കി കേട്ട വചനത്തെ ഒന്ന് ധ്യാനിക്കാം. ഈ 54-ാമത്തെ അധ്യായം, യോനാഥാൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ വടി ആ തേനിൽ മുക്കി. നാവിൽ വെച്ചപ്പം അവൻ്റെ കണ്ണ് പ്രകാശിച്ചു. ഈ അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്ക് യഹോവയുടെ വചനങ്ങളാ. Thus saith the Lord. യഹോവയുടെ വാക്കുകളാ. ഇത് ഞാൻ എഴുതിയ ഒരു പുസ്തകമല്ല. നമ്മുടെ അടുത്ത് നിൽക്കുന്ന സർവശക്തൻ ആയ തേജോമനായവൻ, നിത്യനായ ദൈവത്തിൻ്റെ വാക്കുകള്. ഈ വാക്കുകളുടെ മുമ്പേ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാമോ? പിതാവേ, നീ എന്നെ ക്ഷമിക്കണമേ. ഞാൻ ഒത്തിരി പ്രാവശ്യം പുറപുറത്തിട്ടുണ്ട്, വ്യർത്ഥമായി ഭാരപ്പെട്ടിട്ടുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ സന്തോഷം ഞാൻ അനുഭവിച്ചിട്ടില്ല. പക്ഷേ കർത്താവേ, ഇന്ന് നിന്റെ വചനത്തിൻ്റെ മുമ്പേ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. നിന്റെ വാക്കുകളെ അങ്ങനെ തന്നെ സ്വീകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല കർത്താവേ. ഞങ്ങളെ നീ ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ കർത്താവേ. അറിയാതെ തന്നെ ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു പോയി, ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചു പോയി കർത്താവേ. നീ കൃപയുള്ളവനായതുകൊണ്ട് സ്തോത്രം. നിന്റെ വചനത്തിൽ ആശ്രയിച്ച് ആ സമാധാനം, സന്തോഷം അനുഭവിച്ചുകൊണ്ട് പ്രത്യാശയുള്ളവരായി ഞങ്ങളുടെ ഓട്ടം തികയ്ക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രം കർത്താവേ. കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇംഗ്ലണ്ടിൻ്റെ പ്രദേശത്ത് വരുവാൻ നീ ഞങ്ങളെ സഹായിച്ചു. ഈ രാജ്യത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ രാജ്യത്ത് നിന്ന് എത്ര ഭക്തന്മാർ ഈ വചനത്തിൻ്റെ സത്യങ്ങൾ എടുത്തുകൊണ്ട് എത്ര ദൂര നാടുകളിൽ ഇവർ പോയി. അന്ന് പ്ലെയിനുകളിലായിരുന്നു, കപ്പലെ കയറി അവരെത്ര ദൂരങ്ങളിൽ പോയി. ഈ രാജ്യത്തിൽ കർത്താവെ വലിയൊരു ഉണർവ് നീ അയക്കണമേ. 4 രാജ്യങ്ങൾ ചേർന്ന് ഒരു യുണൈറ്റഡ് കിങ്ഡം ആയിരിക്കുമ്പോൾ പിതാവേ, നിന്റെ ആത്മാവിൻ്റെ വലിയ പ്രവൃത്തി ഈ രാജ്യത്ത് നീ ചെയ്യണമേ. ഇന്ത്യയിൽ നിന്ന് നീ എത്ര പേരെ നീ രാജ്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു കർത്താവേ. ഓരോരുത്തർ അവരുടെ വിളിയുടെ ഗൗരവം മനസ്സിലാക്കി വെളിച്ചമായി പ്രകാശിക്കുവാൻ UK മാത്രമല്ല കർത്താവെ, അടുത്തുള്ള യൂറോപ്പ്, താഴെയുള്ള ഈ ആഫ്രിക്ക, നീ എത്ര ജനം ഈ വചനത്തിനു വേണ്ടി കൊതിക്കുന്നുണ്ട് കർത്താവെ. നിന്റെ അഭിഷിക്തന്മാരെ നീ എഴുന്നേൽപ്പിക്കണമേ. ഇവരുടെ ദിവസങ്ങളിലുള്ള ശുശ്രൂഷകളെല്ലാം കർത്താവെ, നിന്റെ ആത്മാവ് ഞങ്ങളെ നയിക്കണമേ. പോകുന്നിടത്തെല്ലാം കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾ കർത്താവെ, നിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ നീ സഹായിക്കണമേ. ചെയ്തെല്ലാ നന്മകൾക്കായി സ്തോത്രം.
എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂടിവരവ് നമ്മൾ ഓരോരുത്തരുടെ കൂടെ കർത്താവിൻ്റെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നിങ്ങൾ ആർക്കെങ്കിലും, ഞങ്ങൾ UK-യിലായിരിക്കുന്നു, ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് സ്ക്രീനിൽ ആ പ്രോഗ്രാംസ് കാണാം. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാരനാഥ.